നടൻ അജ്മലിനെതിരെ വെളിപ്പെടുത്തലുമായി കൂടുതൽ പെൺകുട്ടികൾ രംഗത്ത്. അജ്മൽ വലയിൽ വീഴ്ത്താൻ ശ്രമിച്ചുവെന്നാണ് ആരോപണം. നേരിട്ട് കാണണമെന്നും ഒരുമിച്ച് താമസിക്കണമെന്നും ആവശ്യപ്പെട്ടുവെന്നും പെൺകുട്ടികൾ പറയുന്നു. ഞാൻ അഥവാ ഈ സംഭവം കഴിഞ്ഞിട്ട് ഞാൻ വിചാരിക്കാത്തത് ഇയാൾ എനിക്ക് മാത്രം മെസ്സേജ് അയച്ചിട്ടുള്ളൂ, അതോ ഇതെന്താണ് ഇയാളെന്താണ് ഇതുവരെ എക്സ്പോസ് ആവാത്തത്, ആവേണ്ടതാണല്ലോ. അന്ന് എനിക്കത്ര ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല, അറിയാമല്ലോ, കാരണം വെറും 19 വയസ്സൊക്കെ ഉള്ളൂ. പിന്നെ അന്നുള്ള ഞാൻ ഓൾറെഡി സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വേറെ ഫോണിൽ നിന്ന്. എന്നിട്ട് അല്ല, ഞങ്ങൾ വിചാരിച്ചത് പുള്ളിയൊന്നും ആയിരിക്കില്ല, പുള്ളി അക്കൗണ്ട് മാനേജ് ചെയ്യുന്ന വേറെ ആരെങ്കിലും ഒക്കെ ആയിരിക്കും എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ ഇപ്പോഴല്ലേ സംഭവം മനസ്സിലായത് പുള്ളിയാണ് ഇതെല്ലാം ചെയ്യുന്നത്, മാരീഡാണ് എന്നൊക്കെ. പിന്നെ അതും ഒരു ഞെട്ടലാണല്ലോ, കാരണം ഒരു ആക്ടർ, പുതിയ കാര്യമല്ല, പക്ഷെ എന്നാലും ഒരു നല്ല ധൈര്യത്തോടു കൂടി പുള്ളി എനിക്ക് മെസ്സേജ് അയക്കുക, ഇങ്ങനെയൊക്കെ മെസ്സേജ് അയക്കുക. ഞാൻ എന്തെങ്കിലും സെക്സ് അങ്ങനെ ഇതിൽ പോയിട്ടല്ലല്ലോ, ലൈക്ക് ഞാൻ ആ ഒരു ഇതിൽ ഇൻട്രസ്റ്റഡ് അങ്ങനെയൊന്നും ചോദിച്ചിട്ടല്ലല്ലോ. പുള്ളി ഇങ്ങോട്ട് തന്നെ വീട് എവിടെ കാണാൻ വരുന്നുണ്ടോ, ഞാനിവിടെ വരുന്നുണ്ട്, നമുക്ക് മീറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതേപോലെ രീതിയിലാണ് എനിക്കും ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോഴാണ് നമുക്കെന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ തുടങ്ങിയത്. അജ്മലിൽ നിന്ന് മോശം അനുഭവമുണ്ടായി എന്നും മറ്റൊരു പെൺകുട്ടിയും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇയാൾക്കൊപ്പം സിനിമയിലൊപ്പം പ്രവർത്തിച്ച യുവതിക്കാണ് ദുരനുഭവം. പെട്ടെന്ന് സ്കെഡ്യൂൾ ബ്രേക്ക് ഇട്ടു. അപ്പം ഞാൻ ബാംഗ്ലൂരോട്ട് തിരിച്ചു വരാം. അപ്പം ഞാൻ ഓൾറെഡി ബസ് ബുക്ക് ചെയ്തേ. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു ഞാനും ബാംഗ്ലൂരോട്ടുണ്ട്, അപ്പോൾ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നിച്ച് ഫ്ലൈറ്റിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ തന്നെ നമ്മളെ വേറൊരു പുള്ളിക്കാരൻ ഇതുപോലെ എന്നെ ഡ്രോപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ ബാംഗ്ലൂർ എത്തി ഏർലി മോർണിംഗ്. എനിക്ക് രാവിലെ തന്നെ എനിക്കൊരു കോള് വരികയാണ്. എനിക്ക് ആദ്യം മെസ്സേജ് എങ്ങാണ്ടാ വന്നേന്ന് തോന്നുന്നു, അജ്മലാണ്, എന്താണ് പരിപാടി, ഫ്രീ ആയിട്ട് പറ, മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട്. ഈവനിങ് ആയപ്പോൾ പുള്ളി എന്നെ വിളിച്ചു. എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ആണ് ഞാനിപ്പം യൂട്യൂബിലൊക്കെ കണ്ടുകൊണ്ടിരുന്ന വീഡിയോയിൽ പലരും പറയുന്ന സെയിം കാര്യങ്ങളാണ് ഞാനും കേട്ടത് കേട്ടോ. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, ഞാൻ ആ സമയത്ത് ഹോസ്റ്റലിലാണ് സ്റ്റേ ചെയ്യണേ. അപ്പം എന്നോട് പറഞ്ഞു ഇതുപോലെ ആൾ ഇന്ദിരാനഗറാണ് സ്റ്റേ ചെയ്യണേ, ആൾക്ക് ഈവനിങ് അപ്പം താൻ ഇങ്ങോട്ട് വാ, നമുക്കൊരു പാർട്ടിയൊക്കെ ചെയ്യാം എന്നുള്ള രീതിയിലാണ് എന്നെ വിളിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് ഇത്ര സമയമാകുമ്പം എൻ്റെ ഹോസ്റ്റൽ അടയ്ക്കും. അപ്പോൾ പറഞ്ഞു ഇല്ലടോ, താൻ എന്തായാലും ലൈക്ക് ഇങ്ങോട്ട് വായോ, ഇവിടെ തന്നെ സ്റ്റേ ഒക്കെ അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, അത് ശരിയാവില്ല, കാരണം എൻ്റെ ഹോസ്റ്റലിൽ ഇങ്ങനെ ടൈമിംഗ് ഉണ്ട്, അപ്പം എനിക്ക് ഇറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ സെറ്റിൽ വെച്ചിട്ട് പിന്നെയും ബ്രേക്ക് കഴിഞ്ഞ് ഞാൻ തിരിച്ച് സെറ്റിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് നമ്മളിങ്ങനെ ഒരു ലൈക്ക് എന്താ പറയുക, നമ്മളെ ഇങ്ങനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയിലുള്ള ലൈക്ക് എന്താ പറയുക കാണിക്കലൊക്കെ ഞാൻ കണ്ടായിരുന്നു. വാർത്തയുടെ വിശദാംശങ്ങൾ ഹരികൃഷ്ണൻ നൽകും. ഹരി, ഈ അജ്മലിൻ്റെ ടെലിഫോൺ സംഭാഷണം അത് പുറത്തു വരികയും അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്ത ഒരു പശ്ചാത്തലമുണ്ട്. പിന്നീട് അജ്മൽ അത് നിഷേധിച്ചിരുന്നു. ഇതൊരു ക്രിയേറ്റഡായ ഓഡിയോ ആണ്, അത് തൻ്റേതല്ല എന്നുള്ളതായിരുന്നു പ്രതികരണം. ഇപ്പോഴിതാ കൂടുതൽ പെൺകുട്ടികൾ ഇത്തരത്തിൽ സംഭാഷണങ്ങൾ അവരുമായി നടത്തിയിരുന്നു അജ്മൽ എന്ന നിലയിൽ പ്രതികരിക്കുന്നു. എന്താണ് വിവരങ്ങൾ? ഇത് കൂടുതൽ അജ്മലിനെതിരെ വെളിപ്പെടുത്തലുകൾ വരുന്നൊരു സാഹചര്യം തന്നെയാണ് നിലവിൽ ഉണ്ടാകുന്നത്. ആദ്യം തന്നെ ഈ ഒരു ഓഡിയോ കോൾ പുറത്തു വന്നതിന് പിന്നാലെ, അതൊരു സെക്സ് ഓഡിയോ ചാറ്റ് ആയിരുന്നു. ആ ഓഡിയോ ചാറ്റ് പിന്നാലെ വന്നതിന് ശേഷമാണ് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിലൊട്ടാകെ തന്നെ നടൻ അജ്മൽ അമീറിനെതിരെ ഒരു കോൾ ഔട്ട് സ്വഭാവത്തിലേക്ക് രീതിയിൽ വരുന്നത്. അജ്മൽ ഇട്ടിരുന്ന വിശദീകരണ വീഡിയോയ്ക്ക് താഴെ കമന്റ് സെക്ഷനിൽ നിരവധി പെൺകുട്ടികൾ അവരുടെ ദുരനുഭവങ്ങൾ അജ്മലുമായിട്ടുണ്ടായതിനെ പങ്കുവച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കമന്റ് ബോക്സിൽ തന്നെ രംഗത്തെത്തുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് സംബന്ധിച്ച് അതിന് പിന്നാലെയാണ് കൂടുതൽ പെൺകുട്ടികൾ അജ്മലിനെതിരെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല. ഇതിനിടയിൽ പല പെൺകുട്ടികളുമായിട്ടും അജ്മലിന്റെ വലയിൽ വീഴ്ത്താനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൾ സഹിതമാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. ഈ ഓഡിയോ സംഭാഷണങ്ങൾ, ഈ രണ്ട് പെൺകുട്ടികളുടെ ഓഡിയോ സംഭാഷണങ്ങൾ, അത് ഒന്ന് ഒരു 19 വയസ്സിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒരു പെൺകുട്ടി നേരിട്ട ദുരനുഭവമാണെങ്കിൽ മറ്റൊന്ന് അജ്മലിനൊപ്പം സിനിമയിൽ പ്രവർത്തിച്ച ഒരു പെൺകുട്ടിയുടെ അവസ്ഥയാണ് പറയുന്നത്. തന്നെ വിടാതെ ശല്യം ചെയ്തുകൊണ്ടിരുന്ന കാര്യം കൃത്യമായിട്ട് തന്നെ ഈ ഓഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ താൻ താമസിക്കുന്ന വീട്ടിലേക്ക് ക്ഷണിച്ചെന്നും അതോടൊപ്പം തന്നെ ഈ പാർട്ടി അറേഞ്ച് ചെയ്ത് തരാം, ഇങ്ങോട്ടേക്ക് വന്നാൽ മതി, ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം തുടങ്ങി നിരവധി ഈ അജ്മല് ഈ പെൺകുട്ടിയോട് സംസാരിക്കുന്നതിൻ്റെ രീതിയിലുള്ള കൃത്യമായ വിശദീകരണം ഉൾപ്പെടെയാണ് പെൺകുട്ടികൾ നൽകുന്നത്. കേസും കാര്യങ്ങളും ഭയന്ന് പലരും ഇത് തുറന്നു പറയാതിരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. പല പെൺകുട്ടികളും ഇതുപോലെ ഇയാൾ വല വിരിക്കുകയും അതിനിടയിൽ പെട്ടുപോവുകയും ചെയ്തൊരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ അജ്മല് ഇതുപോലുള്ള
നിരവധി ഇതേ മോഡസ് ഓപ്പറാൻഡി തന്നെയാണ് പല പെൺകുട്ടികൾക്കും നേരെ ഇയാൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിലൂടെ അല്ലെങ്കിൽ മറ്റ് സമൂഹ മാധ്യമങ്ങളിലൂടെ ചാറ്റ് ചെയ്യുകയും അതിനനുസരിച്ച് ഒന്ന് പറഞ്ഞ് രണ്ടിനെ കാണണമെന്ന് ആവശ്യപ്പെടുകയും പിന്നീട് ലൈംഗികപരമായിട്ടുള്ള രീതിയിലുള്ള അപ്രോച്ചിലേക്ക് അജ്മൽ നീങ്ങുകയും ചെയ്യുന്നതിൻ്റെ പല വിശദാംശങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആദ്യം ആ ഓഡിയോ കോൾ ലീക്ക് ആയതിന് പിന്നാലെ അജ്മൽ പറഞ്ഞത് ഇതൊരു AI ആണ്, ഇതൊരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയാണ്, ഇത് ബ്രില്യൻ്റ് എഡിറ്റിംഗ് ആണ്, ഇതൊരു AI സംഭാഷണം മാത്രമാണ്, ഇത് തൻ്റെ സംഭാഷണമല്ല എന്നത് ഉൾപ്പെടെയാണ് അജ്മൽ പറഞ്ഞിരുന്നത്. അതിന് പിന്നാലെയാണ് അജ്മലിൻ്റെ വാദങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് പല പെൺകുട്ടികളും ഇതുപോലുള്ള തുറന്നു പറച്ചിലുകൾ നടത്തുന്നത്. അജ്മലിനെ വെട്ടിലാക്കുകയാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അദ്ദേഹത്തിൻ്റെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെയാണ് പല പെൺകുട്ടികളും രംഗത്ത് വരുന്നത്. ഇത് സത്യം പറയുകയാണെങ്കിൽ പേടിച്ച് മിണ്ടാതിരിക്കുന്ന പല പെൺകുട്ടികളുമുണ്ട്. അജ്മലിൻ്റെ ദുരനുഭവം നേരിട്ട പെൺകുട്ടികളുണ്ട്, സഹപ്രവർത്തകരുണ്ട്, മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുണ്ട്. അങ്ങനെ പല രീതിയിലും ഈ ആങ്കേഴ്സ്, പ്രത്യേകിച്ച് അജ്മലിൻ്റെ ഇന്റർവ്യൂ എടുക്കാൻ പോയ പല ആങ്കേഴ്സിനും ഇതുപോലെ ദുരനുഭവങ്ങൾ, പ്രത്യേകിച്ച് ചാറ്റിങ്ങിലൂടെ ഈ അജ്മൽ അയാളുടെ രീതിയിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ ശ്രമിക്കുകയും അത് എത്രമാത്രം എതിർക്കാൻ പറ്റുമോ അത്രയും എതിർത്തിട്ട് പോലും പിന്നാലെ വന്ന് പിന്തുടരുന്ന രീതിയിലേക്ക് അജ്മൽ എന്ന നടൻ്റെ ചേഷ്ടകൾ മാറുന്ന രീതിയിലേക്കും കാര്യങ്ങൾ മാറി. ആ പെൺകുട്ടി തന്നെ പറയുന്നുണ്ട്, ഇത് എന്തുകൊണ്ട് അജ്മൽ എന്ന നടൻ ഇത്രയും നാളായിട്ട് എക്സ്പോസ്ഡ് ആവുന്നില്ല എന്നുള്ളൊരു സംശയം തനിക്കുണ്ടായിരുന്നു. പക്ഷേ തനിക്ക് 19 വയസ്സ് മാത്രമായിരുന്നു പ്രായം. ആദ്യത്തെ പെൺകുട്ടി പറയുന്നതാണ്, തനിക്ക് 19 വയസ്സ് മാത്രമായിരുന്നു പ്രായം, അതുകൊണ്ട് തന്നെ തുറന്നു പറയാനുള്ള പേടി ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. പ്രത്യേകിച്ച് 2022-23 നടന്ന സംഭവമാണ്. അതിന് പിന്നാലെയാണ്, ആ സമയത്താണ് തനിക്ക് 19 വയസ്സ് മാത്രം പ്രായമുള്ളതെന്നാണ് ആദ്യത്തെ പെൺകുട്ടി തുറന്നു പറയുന്നത്. അതിന് പിന്നാലെയും ഇതുപോലുള്ള പല സംഭവങ്ങളും തൻ്റെ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ മറ്റു പെൺകുട്ടികളോടും നടക്കുന്നതായിട്ടും താൻ അറിയുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് അജ്മൽ ഒരു തന്നോടൊപ്പം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു വനിതയ്ക്ക് നേരെ, ഒരു പെൺകുട്ടിക്ക് നേരെ അജ്മൽ ഈ രീതിയിലും മോശമായി പെരുമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് അജ്മലിനോടൊപ്പം ആ സിനിമയിൽ പ്രവർത്തിച്ചിരുന്ന മറ്റ് സഹതാരങ്ങളോടും അല്ലെങ്കിൽ അണിയർ പ്രവർത്തകരോടും ഈ പെൺകുട്ടി സൂചിപ്പിക്കുകയും ചെയ്തിരുന്ന ഒരു പശ്ചാത്തലവും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കംപ്ലൈൻ്റ് ആയിട്ട് തന്നെ തൻ്റെ അണിയർ പ്രവർത്തകർക്കിടയിൽ തന്നെ ആ പെൺകുട്ടി പറയുന്നത് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും ഒരു ചെറുവിരൽ പോലും മനക്കാത്ത സിറ്റുവേഷനിലാണ് അന്നുണ്ടായിരുന്നത്. എന്നിട്ട് പോലും ഇത് പല സാഹചര്യങ്ങളിലേക്കും പല രീതിയിലേക്കും അജ്മൽ പല പെൺകുട്ടികളുടെയും ഇതുപോലെ തന്നെ പിന്നാലെ അവരുടെ പിന്നാലെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഇതുപോലെ ഹരി ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്, ഈ പറയുന്നത് പോലെ ഒരു ചാറ്റ് അല്ലെങ്കിൽ സംഭാഷണം പുറത്തേക്ക് വന്നു. അത് ആരുടേത് എന്ത് എന്നതൊന്നും വ്യക്തമല്ല. പക്ഷേ കുറച്ച് ദിവസം അതിൽ കാര്യമായ പ്രതികരണങ്ങൾ അജ്മലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. അതിനുശേഷം അജ്മൽ അത് നിഷേധിച്ച് രംഗത്ത് വന്നൊരു പശ്ചാത്തലമുണ്ടല്ലോ, ഇത് ക്രിയേറ്റഡ് ആണ്, തൻ്റേതല്ല എന്ന രീതിയിൽ. അതിന് ശേഷമാണ് ഈ കൂടുതൽ ആളുകൾ പരാതിയുമായി രംഗത്ത് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ആക്ഷേപവുമായി രംഗത്ത് വന്നിട്ടുള്ളത് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അങ്ങനെ തന്നെ വേണം കണക്കാക്കാൻ. കാരണം ഇത് ഈ ഓഡിയോ ക്ലിപ്പ് ആദ്യം പുറത്തു വന്നതിന് ശേഷം 2 ദിവസങ്ങൾക്ക് പിന്നാലെയാണ് അജ്മൽ ഒരു വിശദീകരണ വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തു വിടുന്നത്. ആ വിശദീകരണ വീഡിയോന് താഴെ, അതായത് അജ്മലിൻ്റെ അതേ വീഡിയോന് താഴെയുള്ള കമൻറ്റ് സെക്ഷനിൽ തന്നെയാണ് ഓരോ പെൺകുട്ടികൾ പുറത്തു വരുന്നത്. അത് കൃത്യമായിട്ട് ഒരു പെൺകുട്ടി, ഇപ്പോൾ വോൾഗ വ്ളോഗ്സ് എന്നാണ് ആ പെൺകുട്ടിയുടെ ഐഡിയുടെ പേര്, അത് പുള്ളിക്കാരി ഒരു റീൽ ക്രിയേറ്ററാണ്. അവർ തന്നെ ഇട്ടിരിക്കുന്ന ഒരു കണ്ടന്റ് ഹണ്ട് എന്ന മലയാള സിനിമയിൽ നിന്നും ആ സിനിമയുടെ സെറ്റിൽ നിന്നും ഉണ്ടായ ഒരു അതിനെപ്പറ്റി ഒരു കാര്യം പറയുകയുണ്ടായി. ആ സിനിമയുടെ സെറ്റിൽ വെച്ചാണ് ഈ പെൺകുട്ടിക്ക് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അതേ ദിവസം തന്നെ തൻ്റെ കൂട്ടുകാർക്കൊപ്പം അജ്മലിൻ്റെ കൂടെ ആ സെൽഫി എടുക്കുകയും ചെയ്തു. അതിനുശേഷം രാത്രി അജ്മൽ തനിക്ക് മെസ്സേജ് അയക്കുന്നു, താൻ വളരെ സുന്ദരിയാണ് കാണാൻ, അതുകൊണ്ട് തന്നെ പാലക്കാട് ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ നമുക്ക് സൈറ്റ് സീയിങ്ങിന് കാണാൻ പോകാം തുടങ്ങി നിരവധി കാര്യങ്ങൾ ഈ അജ്മൽ ആദ്യം തന്നെ ഒരു കാര്യവുമില്ലാതെ തന്നെ ഈ പെൺകുട്ടിക്ക് നേരെ രീതിയിൽ ചാറ്റ് ചെയ്ത് തുടങ്ങുകയാണ്. അതോടൊപ്പം തന്നെ ഈ അജ്മലിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ വാനിഷ് മോഡ് എന്ന് പറയുന്ന പരിപാടി, ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫീച്ചറാണ് വാനിഷ് മോഡ്. ചാറ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും ഉൾപ്പെടെ അത് സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ഇത് വാനിഷ് ആക്കി കളയുക, ചാറ്റ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ അത് അപ്രത്യക്ഷമായി മാറ്റി കഴിയുക, ഡിസപ്പിയറിങ് ചെയ്ത് കഴിയുക എന്ന രീതിയിലേക്കും അജ്മലിൻ്റെ ഈ ഒരു ചാറ്റിംഗ് പരിപാടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിക്ക് പല സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിച്ചില്ല എന്നുള്ളത് പറയണം. പക്ഷേ ഈ പെൺകുട്ടിയെ പിന്നീട് അജ്മലിനെ ബ്ലോക്ക് ചെയ്യുന്ന ഈ സാഹചര്യമുണ്ട്. ആ പെൺകുട്ടി തന്നെയാണ് ആദ്യം ഈ വീഡിയോയ്ക്ക് പിന്നാലെ തുറന്നു പറയുകയും ചെയ്തത് ഇത് ഫേക്ക് അല്ല, അതായത് ഇപ്പോൾ ഈ ഓഡിയോ ചാറ്റിൽ വന്ന പെൺകുട്ടിയുടെ അനുഭവം ഫേക്ക് അല്ല എന്നും ഇതൊരു AI അല്ല, ഇതൊരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയുമല്ല, ഇതുപോലുള്ള ദുരനുഭവം തനിക്കും ഉണ്ടായെന്ന് പറഞ്ഞത് ആദ്യം പുറത്തു വന്ന പെൺകുട്ടിയാണ് ഈ വോൾഗയ്ക്ക് പിന്നാലെയാണ് പല പെൺകുട്ടികളും ഇതുപോലെ അതേ കമൻറ്റ് സെക്ഷനിൽ പിന്നാലെ വന്ന് രംഗത്തെത്തുകയും ചെയ്തത്. അജ്മലിൻ്റെ ഈ ഒരു നടപടി ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, ഇത് തനിക്കും ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇത് കൂടെ പ്രവർത്തിച്ച സഹപ്രവർത്തകരോട് അതുപോലെ തന്നെയാണ് പരിചയമില്ലാത്ത പല പെൺകുട്ടികൾക്കും പോലും അജ്മൽ ഇതേ രീതിയിലുള്ള മോശമായ മെസ്സേജുകളും മോശമായ രീതിയിലുള്ള ചാറ്റിംഗ് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളിലേക്ക് ഇടപെടുകയും ചെയ്തത്. വോയിസ് കോളുകൾ, വീഡിയോ കോളുകൾ ഉൾപ്പെടെ പല പെൺകുട്ടികൾക്കും നേരെയും ഇയാൾ ലൈംഗികപരമായ രീതിയിൽ തന്നെ സംസാരിക്കുകയും രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. പലരും ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള പേടിയാണ്. നമ്മൾ നേരിട്ട് സംസാരിക്കുമ്പോൾ ഈ പെൺകുട്ടികളോടൊക്കെ സംസാരിക്കുമ്പോൾ പോലും ഇത് മുന്നോട്ട് പോകാൻ പേടിയാണ്. അയാൾ നടനാണ്, ഒരു സെലിബ്രിറ്റി ടാഗുള്ള വ്യക്തിയാണ്, അയാൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ, ചിലപ്പോൾ ജീവിതം തന്നെ രീതിയിൽ മാറ്റിമറിക്കാനുള്ള രീതിയിൽ ചിലപ്പോൾ ഇയാൾക്ക് കഴിയുമായിരിക്കും. അങ്ങനെ പല പെൺകുട്ടികളും പേടിച്ച് മുന്നോട്ട് വരാതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പേഴ്സണലി സംസാരിക്കുമ്പോൾ പോലും പലരും പറയുന്നത് കേസുമായിട്ട് മുന്നോട്ട് പോകാൻ ബന്ധുക്കൾ ഉൾപ്പെടെ ഉള്ളവർ സമ്മതിക്കുന്നില്ല
എന്തിനാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ മുന്നോട്ട് പോയി തലവെക്കുന്നത് എന്ന രീതിയിൽ പോലും പിന്തിരിപ്പൻ സ്വഭാവങ്ങൾ പല പെൺകുട്ടികളുടെ കുടുംബത്തിൽ നിന്നുണ്ടാവുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും തനിക്ക് നേരിട്ട ദോഷം ദുരനുഭവങ്ങൾ സമൂഹം അറിയണം എന്നതിന്റെ പശ്ചാത്തലത്തിൽ മാത്രമാണ് അജ്മൽ അമീർ ഇട്ട ഈ വിശദീകരണ വീഡിയോയ്ക്ക് പിന്നാലെ പല പെൺകുട്ടികളും സത്യാവസ്ഥയും അവർക്ക് നേരിടേണ്ടി വന്ന അനുഭവങ്ങളും പങ്കുവെച്ചുകൊണ്ട് തുറന്നെത്തിയത്. വാർത്തയുടെ വിശദാംശങ്ങളാണ് ഹരികൃഷ്ണൻ നൽകിയത്.